വിശദമായ വാർത്തകൾ നോക്കാം. കൊച്ചിയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി സംവിധായകർ അറസ്റ്റിൽ. സംവിധായകരായ ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ എന്നിവരെയാണ് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടിയത്. ഒപ്പമുണ്ടായിരുന്ന ഷാലിഫ് മുഹമ്മദ് എന്നയാളെയും എക്സൈസ് അറസ്റ്റ് ചെയ്തു. കേസിൽ ഛായാഗ്രാഹകൻ സമീർ താഹിറിനെ എക്സൈസ് ചോദ്യം ചെയ്യും. സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ വെച്ച് ലഹരി ഉപയോഗിച്ച സാഹചര്യത്തിലാണ് തീരുമാനം. ഹൈബ്രിഡ് കഞ്ചാവ് എവിടെ നിന്നാണ് വന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആ റൂം ഉപയോഗിച്ച് മറ്റൊരാളുടെ റൂമായിരുന്നു അത്. അദ്ദേഹത്തെ വിളിച്ചിട്ട് നമ്മൾ ചോദ്യം ചെയ്യുന്നുണ്ട്. ഉപയോഗിച്ച സാഹചര്യത്തിലാണ് നമുക്ക് അവരെ പിടിക്കാൻ പറ്റിയത്. കാരണം ആ സമയത്ത് നമുക്കൊരു 1.632 ഗ്രാം ഹൈബ്രിഡ് ഗഞ്ചാവും കിട്ടി. പിന്നെ അവർ ഉപയോഗിക്കുന്ന ഈ ഗഞ്ചാവ് വലിക്കാൻ ഉപയോഗിക്കുന്ന ബോങ് എന്നുള്ളൊരു അതും പിന്നെ കഷി എന്നൊരു മെഷീനുണ്ട്. അതും കൂടെയാണ് ഉൾപ്പെടെയാണ് ഇവരെ നമ്മൾ അറസ്റ്റ് ചെയ്തത്. അത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ നിയന്ത്രിക്കേണ്ട ആൾക്കാരാണല്ലോ അവർ തന്നെ ഇതിലേക്ക് ഇത് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഇതിന് ഉപയോഗിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ്. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് എറണാകുളത്ത് എക്സൈസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് ലഹരി ഉപയോഗിക്കുന്നു എന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് കൊച്ചി ഗോശ്രീ പാലത്തിന് സമീപമുള്ള സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ പരിശോധനയ്ക്കെത്തിയത്. പരിശോധനയിലാണ് സംവിധായകരായ ഖാലിദ് റഹ്മാനെയും അഷ്റഫ് ഹംസയെയും ഒപ്പം സുഹൃത്തായ ഷാലിഫ് മുഹമ്മദിനെയും എക്സൈസ് പിടികൂടുന്ന. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി. ആജ്ഞ, ഇന്ന് രാവിലെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു. മലയാളത്തിലെ മുൻനിര സംവിധായകർ കഞ്ചാവ് കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ എക്സൈസിന്റെ പിടിയിലായി എന്ന്. എന്തൊക്കെ നടപടികളാണ് തുടർന്നുണ്ടാവുന്നത്? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഉച്ചവരെ എന്തൊക്കെ സംഭവിച്ചു? ഇത് ഈ രണ്ടുപേരെയും സിനിമ സംഘടന സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് സത്യ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഈ അളവിൽ കുറഞ്ഞ കഞ്ചാവായതുകൊണ്ട്, അതായത് 999 ഗ്രാം വരെ കൈവശം വെക്കുന്ന സ്മോൾ പീസസ് ആയതുകൊണ്ട് തന്നെ ഇതില് ഇപ്പോ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോയത്. എന്നിരുന്നാൽ പോലും വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് തന്നെയാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. കാരണം സിനിമയിലെ പല ആളുകളും കഞ്ചാവ് ഉപയോഗിക്കുന്നു എന്ന ഷൈൻടോം ചാക്കോയുടെ വെളിപ്പെടുത്തൽ കൃത്യമാകുന്ന തരത്തിലേക്ക് മലയാള സിനിമയിലെ ഇപ്പോൾ പ്രമുഖരായിരിക്കുന്ന 2 സംവിധായകർ തന്നെയാണ് ഈ കേസിൽ കുടുങ്ങിയിട്ടുള്ളതും. ഇവർക്കൊപ്പം മറ്റൊരാൾ കൂടി അറസ്റ്റിലായിട്ടുണ്ട്. അതേസമയം ഛായാഗ്രാഹകൻ സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ വെച്ചിട്ടാണ് ഇത് പിടികൂടുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ അയാളെയും ചോദ്യം ചെയ്യുമെന്നാണ് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ നമ്മളോട് പറഞ്ഞത്. അങ്ങനെയാണ് ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യമാണ് ഇത്തരത്തിലുള്ള ഒരു ഇടപാടുകൾ സിനിമ മേഖലയിൽ ഉണ്ടാകുന്നത് എന്നും അദ്ദേഹം നമ്മളോട് പ്രതികരിക്കുകയുണ്ടായി. അതേസമയം കൃത്യമായ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സമീറിന്റെ ഫ്ളാറ്റിൽ പരിശോധന നടത്തിയിരുന്നത്. അതേ സമയം തന്നെ ഈ രഹസ്യ വിവരത്തെ തുടർന്ന് രാത്രി 2:30 സിനിമ ചർച്ചകൾക്ക് വേണ്ടിയാണ് ഇവരവിടെ കൂടിയതെന്നാണ് വ്യക്തമാകുന്നത്. ഇവരുടെ കയ്യിൽ നിന്ന് ഈ കഞ്ചാവ് പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം, അതുപോലെ അത് വലിക്കാനുള്ള ബോങ് എന്ന പേരായിട്ടുള്ള ഒരു ഉപകരണവും കഞ്ചാവിനോടൊപ്പം കണ്ടെത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എക്സൈസ് അറിയിച്ചത്. നിരന്തരം കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളുകൾ തന്നെയാണ് ഇവർ ഉപയോഗിച്ചിരുന്നു എന്നുള്ള വൈദ്യ പരിശോധനാ ഫലം വന്ന ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും അതിനുവേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഈ ഉപയോഗിച്ചിരിക്കുന്ന സമയത്ത്, ഉപയോഗിക്കാൻ തുടങ്ങുന്ന സമയത്താണ് എക്സൈസ് എത്തിയതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പക്ഷെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. ഷാലിഫ് മുഹമ്മദ് എന്നൊരാൾ ഇവർക്ക് അറസ്റ്റിലായിട്ടുണ്ട്. നമുക്കറിയാം, ഈ അടുത്ത് തിയേറ്ററുകളിൽ നിറഞ്ഞുള്ള സിനിമയുടെ വളരെയധികം റിവ്യൂ നേടി സിനിമയുടെ സംവിധായകൻ കൂടിയാണ് അറസ്റ്റിലായിട്ടുള്ള ഖാലിദ് റഹ്മാൻ. അത്തരത്തിൽ തന്നെ അതുപോലെ തന്നെ ഭീമന്റെ വഴി പോലത്തെ ഒരു മികച്ച സിനിമ സംവിധാനം ചെയ്ത അഷ്റഫ് ഇതിൽപ്പെടുന്നതും അഷ്റഫ് ഹംസ ഇതിൽപ്പെടുന്നതും വലിയ ഗുരുതരമായ പിഴവുകളിലേക്കാണ് സിനിമാ മേഖല തന്നെ വിരൽ ചൂണ്ടുന്നത്. അതേ സാഹചര്യത്തിൽ തന്നെയാണ് അടിയന്തരമായി ചർച്ച ഓൺലൈനായി മീറ്റിംഗ് ചേർന്ന ശേഷമാണ് ഇക്കാര്യത്തിൽ ഉടനടി തീരുമാനമുണ്ടായത്. 2 പേരെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്ന അവസ്ഥയാണ് അറിയിച്ചത്. അതേസമയം VD സതീശൻ സിനിമാ മേഖലയിൽ യുവതലമുറയ്ക്ക് മാതൃകയാകുന്ന ആളുകൾ തന്നെ ഇത്തരത്തിലുള്ള പ്രവണതകളിലേക്ക് നയിക്കുന്നത് ശരിയല്ല എന്ന് സൂചിപ്പിക്കേണ്ടത്. മാത്രമല്ല യുവതലമുറയുടെ ഇപ്പോഴത്തെ എന്നവരാണ്
അതുകൊണ്ട് തന്നെ ഇത് ഗൗരവതരമായി എടുക്കണം. സിനിമാ സംഘടനകൾ കുറച്ചുകൂടി ആക്റ്റീവായി ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമുണ്ടാക്കണം എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ കാര്യത്തിൽ പ്രതികരിച്ചത്. എന്തായാലും വരും ദിവസങ്ങളിൽ തന്നെ ഈ ഫ്ലാറ്റ് കേന്ദ്രീകരിച്ചും കൂടുതൽ അന്വേഷണം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ തന്നെ നമ്മൾ തന്നെ ആലപ്പുഴയിൽ നിന്നും ശരണ്യ തന്നെ ഈ കാര്യത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ലഹരി കേസുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്തുന്നതിനിടയിൽ കൊച്ചിയിലെ ഈ ഫ്ലാറ്റ് കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള ലഹരി വിപണനങ്ങൾ നടക്കുന്നുണ്ട്. ലഹരി ഉപയോഗിക്കാൻ വേണ്ടി തന്നെ അവിടെ ഒരു ഫ്ലാറ്റ് സിനിമാ മേഖലയിൽ നിന്നവർ എടുത്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ ലഭ്യമായിരുന്നതാണ്. പക്ഷെ അങ്ങനെ ഒരു എൻക്വയറി നമ്മൾ നടത്തിയപ്പോൾ അത്തരത്തിലൊരു അജ്ഞാൻ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഈ ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചതിനെ തുടർന്ന് നിരീക്ഷണ വലയത്തിലായിരുന്നു ഈ സ്ഥലം ഉൾപ്പെടെ എന്നാണ് പിന്നീട് ലഭിക്കുന്ന വിവരങ്ങൾ, വരുന്ന വിവരങ്ങൾ. എന്തായാലും രാവിലെ ഞെട്ടലോടെയാണ് സിനിമാ ലോകവും ഒപ്പം പ്രേക്ഷകരും ഉൾപ്പെടെ ഇരുന്ന സാധാരണക്കാരൊക്കെ. ചെയ്ത സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റാക്കിയ സംവിധായകനാണ് ഖാലിദ് റഹ്മാൻ. അനുരാഗ് കരിക്കിൻവെള്ളം, ഉണ്ട, തല്ലുമാല, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ തിയേറ്ററുകളിൽ നിറഞ്ഞോടുന്ന ആലപ്പുഴ ജിംഖാന. കൂടെ ഉണ്ടായിരുന്ന അഷ്റഫ് ഹംസയുടെ ചെയ്ത 2 സിനിമയും വളരെ ശ്രദ്ധയാകർഷിച്ചിരുന്നു. തമാശയും ഒപ്പം ഭീമന്റെ വഴി എന്ന സിനിമയും. അങ്ങനെയുള്ള 2 സംവിധായകരാണ് ഇപ്പോൾ കഞ്ചാവ് ഉപയോഗിച്ച് കൈവശം വെച്ചതിനെ തുടർന്ന് പിടിയിലായത്. കൊച്ചിയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും മലയാളത്തിലെ ഏറ്റവും താരമൂല്യമുള്ള സംവിധായകരാണ്. ആരാണ് ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും? വിശദമായി നോക്കാം. 2012 ഉസ്താദ് ഹോട്ടൽ എന്ന ചിത്രത്തിലൂടെ അൻവർ റഷീദിന്റെ സംവിധാന സഹായി. പിന്നാലെ അനിൽ രാധാകൃഷ്ണ മേനോൻ എന്ന സംവിധായകന്റെ 2013 റിലീസ് ചെയ്ത നോർത്ത് 24 കാതം, 2014 റിലീസ് ചെയ്ത സപ്തമശ്രീ തസ്കരഹ എന്ന സിനിമയിലും സംവിധാന സഹായിയായി പ്രവർത്തിച്ചു. ഈ 3 ചിത്രങ്ങളുടെ ബലത്തിൽ സംവിധായക കുപ്പായം അണിഞ്ഞ ഖാലിദ് റഹ്മാൻ ആദ്യം സംവിധാനം ചെയ്തത് അനുരാഗ് കരിക്കിൻവെള്ളം എന്ന ചിത്രം. ചിത്രം തിയേറ്ററുകളിൽ വമ്പൻ ഹിറ്റ്. ആസിഫ് അലി, ബിജു മേനോൻ, രജീഷ വിജയൻ എന്നിവരായിരുന്നു കഞ്ചാവ് കേസിൽ നടന്മാരായ ഷൈൻ ടോം ചാക്കോയെയും ശ്രീനാഥ് ഭാസിയെയും നാളെ ചോദ്യം ചെയ്യും. ഇരുവർക്കും പുറമെ നിർമ്മാതാവും മോഡലും റിയാലിറ്റി ഷോ താരവും ഉൾപ്പെടെ 5 പേർക്ക് കൂടി നേരത്തെ എക്സൈസ് നോട്ടീസ് നൽകിയിരുന്നു. ആലപ്പുഴയിലെ എക്സൈസ് ആസ്ഥാനത്തെത്താനാണ് ഇവർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 2 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ച കേസിലെ മുഖ്യപ്രതി തസ്ലിമ താരങ്ങളുമായുള്ള ബന്ധത്തെക്കുറിച്ച് എക്സൈസിന് വിശദമായി തന്നെ മൊഴി നൽകിയിരുന്നു. ഇനി എന്താണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ്? എന്തുകൊണ്ടാണ് കിലോഗ്രാമിന് 80 ലക്ഷം രൂപ വരെ വില വരുന്ന ഈ ഹൈബ്രിഡ് കഞ്ചാവിന് ഇത്രയേറെ ആവശ്യക്കാരുള്ളത്? എന്തുകൊണ്ടാണ് കഞ്ചാവുമായി പിടിക്കപ്പെട്ടാലും ഇവർക്ക് ജാമ്യം കിട്ടുന്നത്? നോക്കാം. കാനബീസ് ഇൻഡിക്ക എന്നും കാനബീസ് സാറ്റിവ എന്നുമുള്ള 2 കഞ്ചാവ് ഇനങ്ങൾ സംയോജിപ്പിച്ചാണ് ഹൈബ്രിഡ് കഞ്ചാവ് രൂപപ്പെടുത്തുന്നത്.
ഈ രണ്ട് കഞ്ചാവിനങ്ങൾ തലച്ചോറിൽ രണ്ട് തരം പ്രഭാവങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് സന്തോഷം തരുന്ന പ്രതീതി ജനിപ്പിക്കുന്നെങ്കിൽ മറ്റേത് ഭാരരഹിതമായ ഫീലാണ് നൽകുന്നത്. ഹൈബ്രിഡിലേക്ക് വരുമ്പോൾ ഇത് രണ്ടും കിട്ടുന്നു. കൂടുതൽ ഊർജം നൽകി തലച്ചോറിനെ ഉണർത്തുകയാണ് ചുരുക്കത്തിൽ ഹൈബ്രിഡ് കഞ്ചാവ് ചെയ്യുക. മണ്ണില്ലാതെ സസ്യങ്ങൾ വളർത്തുന്ന ഹൈഡ്രോപോണിക് സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ഹൈബ്രിഡ് കഞ്ചാവ് വളർത്തുന്നത്. ചെടികൾ വേഗത്തിൽ വളരുമെന്നതും ഉയർന്ന വിളവും ഈ രീതിയിൽ ഉറപ്പാണ്. വളർത്തുന്ന കഞ്ചാവിന്റെ ഗുണനിലവാരവും കൂടുതലായിരിക്കുമത്രേ. കൃത്രിമ വെളിച്ചത്തിൽ അടച്ചിട്ട എയർ കണ്ടീഷൻ മുറികളിലാണ് കഞ്ചാവ് വളർത്തൽ. ഹൈഡ്രോപോണിക് കഞ്ചാവിന്റെ മികച്ച ഗുണനിലവാരമാണ് ഇതിന്റെ പ്രചാരത്തിന് പ്രധാന കാരണം. സാധാരണ കഞ്ചാവിനേക്കാൾ തീവ്രമായ ഗന്ധവും ഇതിനുണ്ടെന്ന് പറയപ്പെടുന്നു. ഇത്തരം സവിശേഷതകൾ കൊണ്ടാണ് ഹൈബ്രിഡ് കഞ്ചാവിന് വില കൂടുതലെങ്കിലും ആവശ്യക്കാർ ഏറെയുള്ളത്. ഉയർന്ന നിലവാരമുള്ള ഹൈബ്രിഡ് കഞ്ചാവിന് കിലോഗ്രാമിന് 60 ലക്ഷം മുതൽ 80 ലക്ഷം വരെ വിലയുണ്ട്. നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് NDPS ആക്ട് പ്രകാരം 1 കിലോഗ്രാമിൽ താഴെ കഞ്ചാവ് കൈവശം വെക്കുന്നത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ്. സാധാരണ കഞ്ചാവിനും ഹൈബ്രിഡിനും ഈ വ്യവസ്ഥ ബാധകമാണ്. അതിനാൽ 999 ഗ്രാം വരെ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിക്കപ്പെട്ടാലും എളുപ്പത്തിൽ ജാമ്യം ലഭിക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. 25 ഗ്രാം കഞ്ചാവുമായി വിദ്യാർത്ഥി പിടിയിൽ. കോഴിക്കോട് രാമനാട്ടുകര സ്വദേശി മുഹമ്മദ് മിർസയാണ് പിടിയിലായത്. ക്യുസാറ്റിലെ അവസാന വർഷ ബിടെക് വിദ്യാർത്ഥിയാണ്. എറണാകുളം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ വി സജിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കൊച്ചിയിൽ ലഹരിമരുന്നുമായി മറ്റൊരു യുവാവ് കൂടി ഇന്ന് പിടിയിലായി. എളമക്കര സ്വദേശി അതുൽ കൃഷ്ണയാണ് 16 LSD സ്റ്റാമ്പും 8 ഗ്രാം ഹാഷിഷ് ഓയിലുമായി പിടിയിലായത്. കഴിഞ്ഞ ദിവസം ഡാൻസ് ഓഫ് സംഘം പിടികൂടിയ തണ്ണീർമുക്കം സ്വദേശി വൈഷ്ണവിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന പരിശോധനയിലാണ് നടപടി. പിടിയിലായവർ യുവാക്കൾക്കിടയിൽ രാസലഹരി വിൽപ്പന നടത്തുന്ന സംഘത്തിലെ കണ്ണികളാണ്. കരിപ്പൂരിൽ നിന്ന് 1.5 കിലോ MDMA പിടികൂടിയ കേസിൽ അന്താരാഷ്ട്ര ലഹരി കടത്ത് സംഘത്തിലെ 2 പേർ കൂടി പിടിയിൽ. കോഴിക്കോട് ബേപ്പൂർ സ്വദേശി കല്ലിങ്ങൽ മുഹമ്മദ് സനീൽ, കൊണ്ടോട്ടി നെടിയിരുപ്പ് സ്വദേശി നാഫിദ് എന്നിവരാണ് പിടിയിലായത്. ഇതോടെ ഈ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 3 ആയി. കഴിഞ്ഞ മാസമാണ് ലഹരിക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്ന കൊണ്ടോട്ടി സ്വദേശി ആഷിഖിന്റെ വീട്ടിൽ നിന്ന് വലിയ അളവിൽ MDMA പിടികൂടിയത്. ഇനി മറ്റു വാർത്തകളിലേക്ക് പോകാം. കടുപ്പിച്ച് ഇന്ത്യ. പഹൽഗാമിൽ ആക്രമണം നടത്തിയവർക്കും ഗൂഢാലോചന നടത്തിയവർക്കും ശക്തമായ തിരിച്ചടി നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കശ്മീർ സാധാരണഗതിയിലേക്ക് മടങ്ങുന്നത് തടയുകയാണ് ഭീകരരുടെ ലക്ഷ്യമെന്നും പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. അതേസമയം ആണവായുധങ്ങൾ പാകിസ്ഥാൻ ഇന്ത്യയ്ക്ക് വേണ്ടി മാത്രം സൂക്ഷിച്ചിട്ടുള്ളതാണ് എന്ന പ്രകോപനപരമായ പ്രസ്താവനയുമായി പാക് മന്ത്രി ഹനീഫ് അബ്ബാസി രംഗത്തെത്തി. പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിലാണ് ഭീകരതയ്ക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി ആവർത്തിച്ചത്. പഹൽഗാം ആക്രമണത്തിനെതിരെ ഓരോ ഇന്ത്യക്കാരന്റെ ഉള്ളിലും രക്തം തിളച്ചുമറിയുകയാണ്. ഭീകരവാദികൾക്കും അവരെ പിന്തുണയ്ക്കുന്നവർക്കും ഏറ്റവും കഠിനമായ ശിക്ഷ നൽകും. ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കായി നീതി നടപ്പാക്കുമെന്നും പ്രധാനമന്ത്രി. 140 करोड़ भारतीयों की एकजुटता हमारी सबसे बड़ी ताकत है. यही एकता आतंकवाद के खिलाफ हमारी निर्णायक लड़ाई का आधार है. हमें देश के सामने आई इस चुनौती का सामना करने के लिए अपने संकल्पों को मजबूत करना है. हमें एक राष्ट्र के रूप में ദൃഢ ഇച്ഛാശക്തി പ്രദർശനം करना है. കശ്മീരിൽ സമാധാനവും വികസനവും തിരികെ എത്തുമ്പോൾ അതില്ലാതാക്കാനാണ് ഭീകരരുടെ ശ്രമം. പഹൽഗാം ആക്രമണത്തിൽ വലിയ ഗൂഢാലോചന നടന്നെന്നും മോദി പറഞ്ഞു. जम्मू कश्मीर के दुश्मनों को ये रास नहीं आया. आतंकी और आतंक के आका चाहते हैं कश्मीर फिर से तबाह हो जाए और इसलिए इतनी बड़ी साजिश को अंजाम दिया. ഇന്ത്യക്കെതിരെ പാക് നേതാക്കളുടെ പ്രകോപനപരമായ പ്രസ്താവന തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ രംഗത്ത് വന്നത് പാക് മന്ത്രി ഹനീഫ് അബ്ബാസിയാണ്. ആണവായുധങ്ങളുടെ കണക്ക് നിരത്തിയായിരുന്നു പാക് മന്ത്രിയുടെ ഭീഷണി. 130 ആണവായുധങ്ങളും ഖോറിയടക്കമുള്ള മിസൈലുകളും പാകിസ്ഥാൻ ഇന്ത്യക്ക് വേണ്ടി മാത്രം സൂക്ഷിച്ചിട്ടുള്ളതാണ്. പാകിസ്ഥാനുള്ള ജലവിതരണം നിർത്തിയാൽ ഇന്ത്യ യുദ്ധത്തിന് തയ്യാറാകണമെന്നും ഹനീഫ് അബ്ബാസി പറഞ്ഞു. ये जो 130 एटॉमिक हमारे पास वेपन है वो हमने सिर्फ मॉडल बनाने के लिए नहीं रखे हुए.
അതിനിടെ പാക് വിദേശകാര്യമന്ത്രി ചൈനീസ് അംബാസഡറുമായി കൂടിക്കാഴ്ച നടത്തി. സൈനിക നടപടിക്ക് ഇന്ത്യ സജ്ജമെന്ന് വ്യക്തമാക്കിയതിനു പിന്നാലെയായിരുന്നു കൂടിക്കാഴ്ച. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. പഹൽഗാം ആക്രമണത്തിൽ ഭീകരരെ സഹായിച്ച 15 പേരെ തിരിച്ചറിഞ്ഞു. ഇതിൽ 3 പേർ കസ്റ്റഡിയിലുണ്ട്. അന്വേഷണം ഏറ്റെടുത്ത NIA സാക്ഷികളുടെ മൊഴിയെടുത്തു. ഇതിനിടെ 2 ഭീകരരുടെ വീടുകൾ കൂടി സുരക്ഷാസേന തകർത്തു. അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ്. പ്രാദേശിക സഹായമില്ലാതെ കൃത്യമായ ആസൂത്രണത്തോടെ പഹൽഗാമിൽ ആക്രമണം നടത്താനാകില്ലെന്നായിരുന്നു അന്വേഷണ ഏജൻസികളുടെ ആദ്യം മുതലുള്ള നിഗമനം. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രാദേശിക സഹായം ലഭിച്ചുവെന്ന അന്വേഷണ സംഘം ഉറപ്പിച്ചത്. കശ്മീർ സ്വദേശികളായ 15 പേരിൽ 5 പേർ സംഭവ ദിവസം പഹൽഗാമിലുണ്ടായിരുന്നു. ഇതിൽ 3 പേരാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇവരെ NIAയും ജമ്മു കശ്മീർ പോലീസും ഉൾപ്പെടുന്ന സംഘം ചോദ്യം ചെയ്തു വരികയാണ്. എല്ലാവിധ സഹായവും ഇവർ ഭീകരർക്ക് നൽകിയെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന വിവരം. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനമിറക്കിയതിനു പിന്നാലെ NIA അന്വേഷണം ഏറ്റെടുത്തു. ബൈസാരണിലെത്തിയ സംഘം സാക്ഷികളുടെ മൊഴിയെടുത്തു. കുതിരസവാരിക്കാർ, ബേൽപൂരി വിൽപ്പനക്കാർ എന്നിവരുടെ മൊഴി കേസിൽ നിർണായകമാണ്. ആക്രമണത്തിന്റെ ദൃശ്യങ്ങളും NIA പരിശോധിക്കും. അതിനിടെ 2 ഭീകരരുടെ വീടുകൾ കൂടി സുരക്ഷാസേന തകർത്തു. ജമീൽ അഹമ്മദ് ഷീറിന്റെ ബന്ദിപോറയിലെ വീടും ജെയ്ഷ്-ഇ-മുഹമ്മദ് ഭീകരൻ ആമിർ നസീർ വാനിയുടെ പുൽവാമയിലുള്ള വീടുമാണ് തകർത്തത്. ഇതോടെ ഭീകരവിരുദ്ധ നടപടിയുടെ ഭാഗമായി തകർത്ത വീടുകളുടെ എണ്ണം 10 ആയി. അതിനിടെ തുടർച്ചയായ 3-ാം ദിവസവും പാകിസ്ഥാൻ നിയന്ത്രണ രേഖയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചു. രാംപൂർ, നൌഗാം സെക്ടറിലായിരുന്നു പാക് പ്രകോപനം. ഇന്ത്യൻ സൈന്യവും ശക്തമായി തിരിച്ചടിച്ചു. പാകിസ്ഥാൻ യുദ്ധഭീഷണി മുഴക്കുന്നതിനിടെ കരുത്ത് കാട്ടി നാവികസേന അറബിക്കടലിൽ ശക്തി പ്രകടനം നടത്തി. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ജമ്മുകശ്മീരിൽ അതീവ ജാഗ്രത തുടരുന്നതിനിടെ കുപ്വാരയിൽ സാമൂഹ്യ പ്രവർത്തകനെ വെടിവെച്ചു കൊന്നു. ഗുലാം റസൂൽ മാഗ്രേ എന്ന ആളാണ് കൊല്ലപ്പെട്ടത്. വീടിനകത്തേക്ക് അതിക്രമിച്ചു കയറിയാണ് ആക്രമണം നടത്തിയത്. 26 പേർ കൊല്ലപ്പെട്ട പഹൽഗാം ആക്രമണം നടന്ന് 4 ദിവസം മാത്രം കഴിയുമ്പോഴാണ് സാമൂഹ്യ പ്രവർത്തകന്റെ കൊലപാതകം. ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട N. രാമചന്ദ്രന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എറണാകുളം ഇടപ്പള്ളിയിലെ വീട്ടിലെത്തിയ മുഖ്യമന്ത്രി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. രാമചന്ദ്രന്റെ ഭാര്യ ഷീല, മകൾ ആരതി എന്നിവരുമായി മുഖ്യമന്ത്രി സംസാരിച്ചു. മന്ത്രി KN ബാലഗോപാൽ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എന്നിവർ മുഖ്യമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. കോഴിക്കോട് പാകിസ്ഥാൻ പൌരത്വമുള്ളവർ രാജ്യം വിടണമെന്നാവശ്യപ്പെട്ട് നൽകിയ നോട്ടീസ് പോലീസ് പിൻവലിച്ചു. 3 പേർക്കായിരുന്നു കോഴിക്കോട് റൂറൽ പോലീസ് പരിധിയിൽ നോട്ടീസ് നൽകിയിരുന്നത്. 3 പേരും ലോങ് ടേം വിസയ്ക്ക് അപേക്ഷ നൽകിയിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. ഇക്കാര്യം പരിഗണിച്ചാണ് നോട്ടീസ് പിൻവലിച്ചത്. കൊയിലാണ്ടിയിൽ താമസിക്കുന്ന ഹംസ, വടകര വൈക്കിലിശ്ശേരിയിൽ താമസിക്കുന്ന കഞ്ഞിപ്പറമ്പത്ത് ഖമറുന്നീസ, സഹോദരി അസ്മ എന്നിവർക്കായിരുന്നു നോട്ടീസ് ലഭിച്ചത്. ഇന്ന് തന്നെ രാജ്യം വിടണമെന്നായിരുന്നു നോട്ടീസിൽ പറഞ്ഞിരുന്നത്. വിസയുമായി ബന്ധപ്പെട്ട നൂലാമാലകൾ പാക് പൌരത്വമുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ളവരുടെ കാര്യത്തിൽ തുടരുന്നതായി BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി. ഇക്കാര്യം പരിശോധിച്ച് അടിയന്തരമായ നടപടികൾ സ്വീകരിക്കും. കൊയിലാണ്ടി സ്വദേശി ഹംസയുടെ വിഷയം തനിക്ക് അറിയില്ലെന്നും അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. ജനവികാരം പാകിസ്ഥാനെ ശക്തമായി നേരിടണം എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് അടിയന്തരമായി എടുത്തിട്ടുള്ള ചില നടപടികളുടെ ഭാഗമായിട്ട് പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ള മുഴുവൻ ആളുകളും ചികിത്സക്ക് വന്നവർ പോലും തിരിച്ചു പോകണമെന്നുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അത് വളരെ ദേശസ്നേഹ പ്രചോദിതമായിട്ടുള്ള തീരുമാനമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് പാക് പൌരത്വമുള്ള ആളുകളോടൊക്കെ പുറത്തു പോകണമെന്ന് പറഞ്ഞിട്ടുള്ളത്. 100 കണക്കിന് ആളുകൾ ഇതിനകം തിരിച്ചുപോയ വാർത്തകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കോഴിക്കോട് പാലക്കോട്ട് വയലിൽ സംഘം ചേർന്ന യുവാവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ അച്ഛനും 2 മക്കളും ഉൾപ്പെടെ 3 പേർ പിടിയിൽ. അമ്പലക്കണ്ടി സ്വദേശി സൂരജാണ് കൊല്ലപ്പെട്ടത്. ചാത്തമംഗലം കോളേജിലെ സീനിയർ ജൂനിയർ തർക്കമാണ് കോഴിക്കോട്ടെ സൂരജ് വധത്തിന്റെ തുടക്കമിട്ടതെന്ന് സൂരജിന്റെ സുഹൃത്ത് പ്രത്യൂഷ് പറഞ്ഞു. പ്രതി വിജയും സൂരജിന്റെ സുഹൃത്ത് അശ്വന്തും തമ്മിൽ വാക്കേറ്റമുണ്ടായിരുന്നു. തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് സൂരജിനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയതെന്നും സുഹൃത്ത് പറഞ്ഞു.
അശ്വന്തിനാണ് ഓല് വന്ന് തച്ചത്. അതില് സൂരജ് പിടിച്ചു മാറ്റാൻ പോയതാ. സൂര്യനെ എല്ലാവരും ചവിട്ടി. വിജയ്, അജയ്, അവന്റെ അച്ഛൻ മനോജ്, ഇവരും അത് കുറെ ഉണ്ട്. കോട്ടയം പാലായിൽ ഒരാൾ കുത്തേറ്റ് മരിച്ചു. പാല വള്ളിച്ചിറ സ്വദേശി ബേബി എന്ന ആളാണ് മരിച്ചത്. സുഹൃത്തുമായി ഉണ്ടായ വാക്തർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു. വീട്ടിൽ പൊതുദർശനം തുടരുകയാണ്. 3 മണിയോടുകൂടിയാണ് ഈ വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ ഉള്ളത്. രാവിലെ ഏതാണ്ട് 8:30 വിജയകുമാറിന്റെയും ഉടമസ്ഥതയിലുള്ള കോട്ടയം തിരുനക്കരയിലെ ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിൽ മൃതദേഹം പൊതുദർശനത്തിന് എത്തിച്ചു. ഇവിടെ തൊഴിലാളികളും അദ്ദേഹത്തിന്റെ ജോലിക്കാർ, അങ്ങനെ അടുത്ത ബന്ധുക്കൾ, ചില നാട്ടുകാരൊക്കെ ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചു. ഏതാണ്ട് 10:15 വരെ ഇവിടെ പൊതുദർശനമുണ്ടായിരുന്നു. തുടർന്നാണ് വീട്ടിലേക്ക്, തിരുവാതുക്കൽ ഈ കൊല നടന്ന ഈ വീട്ടിൽ തന്നെയാണ് ഇപ്പോൾ അവരെല്ലാവരും ഉള്ളത്. അവിടെയാണ് സംസ്കാരവും നടക്കുക. അവിടേക്ക് മൃതദേഹങ്ങൾ എത്തിച്ചു. മകൾ ഗായത്രി മിനിയാന്നാണ് വിദേശത്ത് നിന്ന് എത്തിയത്. അവർ ഈ മൃതദേഹത്തെ അനുഗമിക്കുന്നുണ്ടായിരുന്നു. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ നിരവധി ആളുകൾ വിജയകുമാറിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. മന്ത്രി VN വാസവൻ, ഒപ്പം തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA തുടങ്ങി പ്രദേശത്തെ ജനപ്രതിനിധികളൊക്കെയും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനെത്തി. വിജയകുമാറുമായി ദീർഘകാലമായി ബന്ധമുള്ള നിരവധി സുഹൃത്തുക്കളൊക്കെയും പല ദൂരദേശങ്ങളിൽ നിന്നടക്കം എത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും 3:30 ഏതാണ്ട് സംസ്കാര ചടങ്ങുകൾ നടക്കും. ഇതിനുവേണ്ടിയുള്ള ക്രമീകരണവും ഈ വീട്ടിൽ പൂർത്തിയായിട്ടുണ്ട്. ഒരു വശത്തെ പോലീസ് അന്വേഷണം തുടരുകയാണ്. നാളെ പ്രതിയെ കസ്റ്റഡിയിൽ ലഭിക്കും. അതിനുശേഷം മറ്റ് തെളിവുകൾ ശേഖരിച്ച് മൊഴി കൂടുതൽ രേഖപ്പെടുത്തി അന്വേഷണം അന്തിമഘട്ടത്തിലേക്ക് എത്തിക്കാനാണ് പോലീസിന്റെ തീരുമാനം. കോട്ടയം തിരുവാതുക്കലിൽ കൊല്ലപ്പെട്ട വിജയകുമാർ, മീര ദമ്പതിമാരുടെ സംസ്കാരം വൈകിട്ടാണ് നടക്കുക. വൈകിട്ട് 3 മണിയോടെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതിക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിലക്ക്. സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കേണ്ടെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ശ്രീമതിയെ അറിയിക്കുകയായിരുന്നു. PK ശ്രീമതി ഈ വാർത്ത നിഷേധിച്ചു. എന്നാൽ വാർത്ത തള്ളാൻ CPM സംസ്ഥാന നേതൃത്വമോ കേന്ദ്ര നേതൃത്വമോ ഇതുവരെ തയ്യാറായിട്ടില്ല. കൊല്ലം സംസ്ഥാന സമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും സംസ്ഥാന സമിതിയിൽ നിന്നും PK ശ്രീമതി ഒഴിവാക്കിയിരുന്നു. പ്രായപരിധി നിബന്ധനയുടെ പേരിലായിരുന്നു ഒഴിവാക്കൽ. എന്നാൽ മധുര പാർട്ടി കോൺഗ്രസ് കേന്ദ്ര കമ്മിറ്റിയിൽ PK ശ്രീമതിയെ നിലനിർത്തി. ദേശീയ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ അഖിലേന്ത്യാ അധ്യക്ഷയായതിനാലാണ് കേന്ദ്ര കമ്മിറ്റിയിൽ തുടരാൻ അനുവദിച്ചത്. 19-ാം തീയതി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് പങ്കെടുക്കേണ്ടെന്ന് പിണറായി ശ്രീമതിയോട് പറഞ്ഞത്. കേന്ദ്ര കമ്മിറ്റിയിൽ ഇളവ് നൽകിയത് ആ ഘടകത്തിൽ പ്രവർത്തിക്കാൻ മാത്രമെന്നും പിണറായി വിശദീകരിച്ചു. അതിനുശേഷം ഈ വെള്ളിയാഴ്ച ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ശ്രീമതി പങ്കെടുത്തിട്ടുമില്ല. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക് ചുമതല വിഭജിച്ചു നൽകിയപ്പോഴും ശ്രീമതിയെ പരിഗണിച്ചില്ല. എന്നാൽ ഇന്നലെ സംസ്ഥാന സമിതി യോഗത്തിൽ അവർ പങ്കെടുത്തിരുന്നു. സംസ്ഥാന സമിതിയിലെ ക്ഷണിതാക്കളുടെ പട്ടികയിൽ ശ്രീമതിയെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. പിണറായി വിലക്കിയെന്ന വാർത്തകൾ ശ്രീമതി നിഷേധിച്ചു. അടിസ്ഥാനരഹിതമായ വാർത്ത പിൻവലിക്കണമെന്നാണ് ശ്രീമതിയുടെ ആവശ്യം. ഇതേപ്പറ്റി അറിയില്ലെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മുഹമ്മദ് റിയാസും പ്രതികരിച്ചു. എനിക്ക് ഇത്തരം കാര്യങ്ങൾ അറിയില്ല. നമ്മൾ അറിയാത്ത കാര്യം വാർത്ത വന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാനിപ്പോ വേറെ യാത്ര കഴിഞ്ഞ് വരികയാണ്. എന്താ നിങ്ങൾ ചോദിച്ചതെന്ന് എനിക്കറിയില്ല. പ്രായപരിധിയിൽ മുഖ്യമന്ത്രിക്ക് മാത്രം ഇളവെന്നായിരുന്നു പാർട്ടി കോൺഗ്രസിന് മുമ്പ് പാർട്ടിയിലുണ്ടായിരുന്ന ധാരണ. എന്നാൽ കശ്മീരിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗം മുഹമ്മദ് യൂസഫ് തരിഗാമിക്കും PK ശ്രീമതിക്കും പാർട്ടി കോൺഗ്രസ് ഇളവ് നൽകി. CPM കേരള ഘടകത്തിന്റെയും പിണറായി വിജയന്റെയും താൽപര്യം മറികടന്നായിരുന്നു ശ്രീമതിയുടെ കാര്യത്തിൽ ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം. ഇതിലെ അതൃപ്തിയാണ് പിണറായി പ്രകടിപ്പിച്ചതെന്നാണ് സൂചന. ന്യൂസ് 18 തിരുവനന്തപുരം. PK ശ്രീമതിക്ക് ഇളവ് നൽകിയത് കേന്ദ്ര തലത്തിൽ പ്രവർത്തിക്കാനാണെന്ന് MV ഗോവിന്ദൻ. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് മുഖ്യമന്ത്രി വിലക്കിയെന്നത് തെറ്റായ പ്രചാരണമാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഇല്ല, ഒരു നിയന്ത്രണം CM എന്താ പാർട്ടി കമ്മിറ്റികളിൽ പങ്കെടുക്കേണ്ടതിനെ സംബന്ധിച്ചിടത്തോളം തീരുമാനിക്കേണ്ടത് CM ആണ്. അത് പാർട്ടി സംഘടനാപരമായ തീരുമാനത്തിന്റെ ഭാഗമായിട്ടല്ലേ വരിക. അപ്പോൾ സെൻട്രൽ കമ്മിറ്റിയിൽ എടുക്കുന്നത് കേരളത്തിലെ സംഘടനാ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടല്ല, അവിടെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ്. സ്വാഭാവികമായിട്ട് അതിലൂന്നി സംഘടനാ പ്രവർത്തനം നടത്തി മുമ്പോട്ടേക്ക് പോവുക എന്നുള്ളതാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. അതുപോലെയല്ല ശ്രീമതി ടീച്ചർ സെൻട്രൽ കമ്മിറ്റി അംഗം എന്ന രീതിയിൽ സെൻട്രൽ പ്രവർത്തിക്കാനാണ്. അപ്പോൾ സെൻട്രൽ പ്രവർത്തിക്കുക എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്.
അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി തന്നെ ജയിക്കുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. BJP പിടിക്കുന്ന ഓരോ വോട്ടും കോൺഗ്രസിനെ തോൽപ്പിക്കും. ഇക്കാര്യത്തിൽ പന്തയം വെക്കാനും തയ്യാറാണെന്ന് ന്യൂസ് 18 ദ പോളിഗ്രാഫ് എന്ന പരിപാടിയിൽ സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു. BJPയിലേക്ക് ഈഴവ സമുദായത്തിന്റെ ഒരു വോട്ടിന്റെ ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ? ചെറിയൊരു ശതമാനം. ഏറ്റവും കൂടുതൽ കോൺഗ്രസിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഈഴവരിൽ തന്നെയുള്ള കോൺഗ്രസ്സാണ് ഇതിലുള്ളവരാണ് BJPയിലേക്ക് കൂടുതൽ. അതുകൊണ്ടല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്തുകൊണ്ട് BJP ഇവിടെ വോട്ട് കൂടുതൽ മേടിച്ച സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെയൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ അവിടെയെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിക്കുന്നത് എവിടെയാണ്? ഇപ്പോൾ സജി ചെറിയാൻ ജയിച്ചത് എന്താ? BJP അവിടെ കൂടുതൽ വോട്ട് പിടിച്ചുകൊണ്ടാണ് സജി ചെറിയാൻ അവിടെ ജയിക്കുന്നത്. ത്രികോണ മത്സരമാണ്. ഇവിടെ സിന്ധു മാഡം ജയിക്കുന്നത് എങ്ങനെയാണ്? അവിടെ ത്രികോണ മത്സരം വരുന്നതുകൊണ്ടല്ല. അതൊക്കെ മുമ്പ് ആരാ ജയിച്ചോണ്ടിരുന്നത്? ഇടതുപക്ഷം സ്ഥിരമായി ജയിച്ചോണ്ടിരുന്നതല്ലേ. അപ്പൊ ഇടതുപക്ഷം ആ കാര്യത്തിൽ വലിയ പേടി വേണ്ട. BJPയിലേക്ക് അങ്ങനെ ഈഴവ വോട്ടുകളൊന്നും പോകാൻ സാധ്യത ചെറിയൊരു പെർസെൻറ്റേജ് പോവില്ല. അതിലേക്ക് പോകുന്നത് കൂടുതലും കോൺഗ്രസിന്റെ വോട്ടാണ് BJPയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടല്ല അടുത്ത ഭരണവും ഇടതുപക്ഷം തന്നെ ഭരിക്കുമെന്ന് ഞാൻ ശക്തമായി ഇപ്പോഴും നാളെ ഇന്നലെയും പറഞ്ഞതിന്റെ കാരണം എന്താണ്? BJP ഇവിടെ വളർന്നു കഴിഞ്ഞു. നാളെയും അവർ വളരും. പക്ഷെ അതിൻ്റെ തളർച്ച കോൺഗ്രസിനായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥിരമായ കുറേ വോട്ടുണ്ട്. ആ സ്ഥിരമായ വോട്ട് കൃത്യമായി കിട്ടിക്കൊണ്ടിരിക്കും. ഞാനിപ്പോൾ പറഞ്ഞ റെക്കോർഡ് ചെയ്ത് വെച്ചു. ഈ ഇലക്ഷന് കഴിഞ്ഞ ശേഷം നിങ്ങൾ എന്നോട് കണ്ടെന്ന് ചോദിച്ചോളൂ. മുസ്ലിം ലീഗ് ഇടതുമുന്നണിയിൽ ചേർന്നാൽ തന്നെ പോലെയുള്ളവർ ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഭരണം കിട്ടാൻ ഏതറ്റം വരെയും പോകുന്നവരാണ് ലീഗ് എന്ന കാര്യം ഇടതുമുന്നണി ഓർത്തിരിക്കണമെന്നും വെള്ളാപ്പള്ളി നടേശൻ ന്യൂസ് 18 ദ പോളിഗ്രാഫിൽ സംസാരിക്കവേ പറഞ്ഞു. ഇടതുമുന്നണിക്കും വളരെ കാര്യമായി ഒരു മുസ്ലിം വിരോധം, വെറും മുസ്ലിം വിരോധമല്ല, മുസ്ലിം തീവ്രവാദ സംഘടനകൾ ഉണ്ട്, അവർ നുഴഞ്ഞു കയറുന്നു എന്നൊക്കെ പറഞ്ഞിട്ടും ഒരു മുസ്ലിം വിരോധം പറയുന്നുണ്ട്. തീവ്രവാദ വിരോധം എന്ന് പറയാം. താങ്കളും മുസ്ലിം ലീഗിനെ പറയുന്നത്, താങ്കളും മുസ്ലിം ലീഗിനെ കാര്യമായി വിമർശിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം. നിങ്ങളിപ്പോൾ ഈ കാര്യത്തിൽ ഒരുമിച്ചാണല്ലേ? അല്ലേ, എൻ്റെ കാരണം നേരത്തെ ഒന്നും ഇവരാരും വിമർശിച്ചിരുന്നില്ല ഇടതുപക്ഷമൊന്നും. ഇപ്പോഴല്ലേ വിമർശിക്കാൻ തോന്നുന്നത്. അപ്പോൾ കാര്യസ്ഥലത്ത് അടുത്തപ്പോഴുള്ള ഈ പിണറായിക്ക് മനസ്സിലായി ലീഗ് ആരാണെന്ന്. ഞാൻ നേരത്തെ മനസ്സിലാക്കിയിരുന്നു. അല്ല, ലീഗ് ഒരിക്കലും ഇടതുമുന്നണിയുടെ കൂടെ വന്നിട്ടില്ല. അതോ പിണറായിക്ക് മനസ്സിലായി മുസ്ലിങ്ങൾ ആരാണ്, അങ്ങനെയാണോ? അല്ല, ഈ മുസ്ലിം തന്നെ എത്രയോ നല്ലവരുണ്ടപ്പോൾ ലീഗ് ആരാണെന്ന് ഇപ്പോൾ മനസ്സിലായി. എനിക്കൊരു ഒരു കാലഘട്ടം വന്നു കഴിഞ്ഞാൽ ലീഗ് വേണമെന്നുണ്ടെങ്കിലും ഇടതുപക്ഷത്തോട് ചേരും. അവർക്ക് അധികാരമാണ് വേണ്ടത്. അധികാരത്തിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ കോൺഗ്രസിനെ തള്ളിയിട്ട് അവരിപ്പറേ വരും. അങ്ങനെ വന്നാൽ താങ്കളൊക്കെ എന്ത് ചെയ്യും? ചിലപ്പോൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും. ആത്മഹത്യാപരമാണ് ലീഗ്, ആത്മഹത്യാപരമാണ് ഇടതുമുന്നണിയിലേക്ക് വന്നാൽ. അപ്പോൾ ഇത് സംശയമുണ്ടോ? വരാൻ പാടില്ല, ഒരിക്കലും വരാൻ പാടില്ല. സത്യത്തിൽ താങ്കൾ ആരാ? വളരെ ബുദ്ധിമാനായ ഒരു സമുദായ നേതാവാണ്. പിണറായി വിജയന് താങ്കളെ ഇഷ്ടം വരാൻ കാരണം? പണ്ട് എനിക്കെതിരായിട്ടും അദ്ദേഹം പറഞ്ഞിട്ടില്ല. കേരള തൊഗാടിയാകാനുള്ള ശ്രമമാണെന്നേ പറഞ്ഞുള്ളൂ. എന്നെയും പിണറായിയും കൂടെ തെറ്റിക്കാനായിട്ടുള്ള ഇന്റർവ്യൂ ആയിട്ട് നിങ്ങൾ കണക്കാക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരുപാട് വള്ളങ്ങളിൽ ഇങ്ങനെ കാര്യം? എനിക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നാണ്. നല്ല കാര്യം ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗിനോട് ഇത്ര വിരോധം എന്താ? മുസ്ലിങ്ങൾ എത്രയോ നല്ലവരുണ്ടപ്പാ. അപ്പൊ അന്ന് അങ്ങനെ കുഴപ്പമുണ്ടായിരുന്നു, ഇപ്പൊ താങ്കൾ നന്നായി. ഞാൻ നന്നായി എന്ന് നിങ്ങളൊന്ന് വിചാരിച്ചോ? പിണറായി വിജയൻ കൊള്ളാമെന്ന് പറഞ്ഞു, മോദിയും കൊള്ളാമെന്ന്. ഏറ്റവും ഇഷ്ടം ആരാണ്? നിങ്ങൾ എന്തൊന്നും എന്നെ വെറുതെ കുറിപ്പിക്കാനാണ്. മലയാള സിനിമയിൽ മാർച്ച് മാസത്തെ കണക്കുകൾ പുറത്തുവിട്ട നിർമ്മാതാക്കൾ 15 ചിത്രങ്ങൾ റിലീസ് ചെയ്തപ്പോൾ 14 പരാജയമായി. മാർച്ച് 27 റിലീസ് ചെയ്ത എമ്പുരാൻ മാത്രമാണ് വിജയകരമായി മാറിയത്. ചിത്രം ഇപ്പോഴും തിയേറ്ററിൽ പ്രദർശനം തുടരുകയാണ്. ജനുവരി മാസത്തിൽ 110 കോടി രൂപയുടെ നഷ്ടം, ഫെബ്രുവരിയിലും കോടികളുടെ നഷ്ടക്കണക്ക്. ഒടുവിൽ മാർച്ച് മാസത്തെ കണക്ക് കൂടി വരുമ്പോൾ സിനിമാ മേഖല വീണ്ടും നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്നു. മാർച്ചിൽ പ്രദർശനത്തിനെത്തിയ 15 സിനിമകളിൽ 14 നഷ്ടമാണെന്നാണ് നിർമ്മാതാക്കളുടെ സംഘടനയുടെ വിശദീകരണം. പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ ചിത്രം എമ്പുരാൻ മാത്രമാണ് ലാഭത്തിലായ ചിത്രം. 175 കോടിയിലധികം രൂപ മുതൽ മുടക്കിയ എമ്പുരാൻ ആദ്യ 5 ദിനങ്ങളിൽ 24 കോടിയിലധികം രൂപ കളക്ട് ചെയ്തു. ലൂസിഫറിന്റെ 2ാം ഭാഗമായി എത്തിയ ചിത്രം
റിലീസിന് മുൻപേ തന്നെ വലിയ ഹൈപ്പിലാണ് എത്തിയിരുന്നത്. എന്നാൽ മറ്റു ചിത്രങ്ങൾക്ക് പറയാനുള്ളത് വലിയ നേട്ടങ്ങളല്ല. 4 കോടിയിലധികം മുടക്കിയ ഔസേപ്പിന്റെ ഒസ്യത്ത് 45 ലക്ഷം രൂപ നേടിയപ്പോൾ 2.6 കോടി മുടക്കിയ പരിവാർ എന്ന ചിത്രം 26 ലക്ഷം മാത്രമാണ് നേടിയത്. 78 ലക്ഷം രൂപ മുടക്കി 60,000 രൂപ മാത്രം കളക്ട് ചെയ്ത മറുവശം എന്ന ചിത്രവും 15 ലക്ഷം മുടക്കി 64,000 രൂപ മാത്രം നേടിയ പ്രളയശേഷം ഒരു ജലകന്യക എന്ന ചിത്രവും തിയേറ്ററുകളിൽ വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയത്. ഇത് 3ാം തവണയാണ് സിനിമയുടെ ബജറ്റും ഷെയറും നിർമ്മാതാക്കളുടെ അസോസിയേഷൻ പുറത്തുവിടുന്നത്. സൂപ്പർ സ്റ്റാർ ചിത്രങ്ങൾ കാണാനല്ലാതെ തിയേറ്ററുകളിലേക്ക് എന്തുകൊണ്ട് പ്രേക്ഷകർ എത്തുന്നില്ല എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, ന്യൂസ് 18. ഇനി സ്വർണ്ണനിരക്ക്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണ്ണവില ഗ്രാമിന് 22 ക്യാരറ്റ് 9,005 രൂപ, പവന് 72,040 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 7,460 രൂപ, പവന് 59,680 രൂപ. വെള്ളി ഗ്രാമിന് 110 രൂപ, കിലോയ്ക്ക് 1,10,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. പകൽ വാർത്ത പൂർണ്ണമാവുന്നു. ഇനി പ്രാദേശിക വാർത്തകളും വിശേഷങ്ങളുമായി സകലമാന കേരളം കാണാം. ദിൽന ചേരും.